أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا وقع القول عليهم أخرجنا لهم دابة من الأرض تكلمهم أن الناس كانوا بآياتنا لا يوقنون ويوم نحشر من كل أمة فوجا ممن يكذب بآياتنا فهم يوزعون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1293 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായമായ സൂറത്തുൻ നംലിലെ 82-83 ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദാ വഖഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബത്തൻ മിനൽ അർള് തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബിആയാതിനാ ലാ യുഖിനൂൻ ويوم نحشر من كل أمة فوجا ممن يكذب بآياتنا وهم يوزعون. صدق الله العلي العظيم. സൂറത്തുൽ നംലിലെ 82-83 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചരിത്രത്തിലെ ശ്രദ്ധേയങ്ങളായ ചില സംഭവങ്ങളും പ്രതിഭാസങ്ങളും ഒക്കെ വിവരിക്കപ്പെടുകയായിരുന്നു സൂറത്തുൽ നംലിന്റെ ആദ്യ ഭാഗത്ത്. അതിനെ തുടർന്ന് മക്കയിലെ അഭിസംബോധിതരായ ആളുകൾക്ക് മുഖ്യമായിട്ടും അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ പ്രാധാന്യമേറിയ പ്രൗഢഗംഭീരവും ആശയപ്രധാനവുമായ കാര്യങ്ങളാണ് സൂറത്തുൽ നംലിലെ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് പ്രതിപാദിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഏകത്വം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം, പാരത്രിക ജീവിതം തുടങ്ങിയ സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും യുക്തിഭദ്രമായ ന്യായങ്ങളും ശ്രദ്ധേയങ്ങളായ വാദഗതികളുമാണ് നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ കാണുകയുണ്ടായത്. തുടർന്ന് അല്ലാഹു കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ആയത്തുകളിലായിട്ട് പറയുകയുണ്ടായത് ബനൂ ഇസ്രായേൽ സമൂഹം അകപ്പെട്ടിരുന്ന ആശയക്കുഴപ്പങ്ങളും അഭിപ്രായ ഭിന്നതകളും അവയിലേറെ എണ്ണത്തിനും ഈ വിശുദ്ധ ഖുർആൻ ഏറ്റവും ഉചിതമായ വിശദീകരണം നൽകുന്നുണ്ട്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ വിശുദ്ധ ഖുർആൻ അവർക്ക് ജീവിത മാർഗദർശനമാണ്. അതേപോലെ ദൈവിക കാരുണ്യം അനുഭവിച്ചറിയാനുള്ള ഒരു ഉപാധി കൂടിയാണ്. അതേ വിധത്തിൽ ബനൂ ഇസ്രായേൽ സമൂഹത്തിന്റെ കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ അവരുടെ തർക്കങ്ങളിലുള്ള വിശദീകരണമായിട്ട് പല കാര്യങ്ങളും വെളിപ്പെടുത്തുന്ന വിധത്തിൽ മക്കയിലെ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇരു വിഭാഗങ്ങൾക്കും ഇടയിൽ എന്ന് വെച്ചാൽ വിശ്വാസികൾക്കും സത്യനിഷേധികൾക്കും ഇടയിൽ നിലനിൽക്കുന്ന തർക്കങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഇടയിലുള്ള അഭിപ്രായ ഭിന്നതകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ദൈവികമായ വെളിപ്പെടുത്തല്, അള്ളാഹുവിന്റെ തീർപ്പ് കൽപ്പിക്കൽ വൈകാതെ തന്നെ ഉണ്ടാകും എന്നതാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്.
വഹുവൽ അസീസുൽ അലീം, അതിന് പ്രാപ്തിയും ശേഷിയും ജ്ഞാനവും ഉള്ളവനാണ് അള്ളാഹു എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിക്കുന്നത് ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുൽ ഭരമേൽപ്പിച്ചുകൊണ്ട്, എല്ലാം അള്ളാഹുൽ അർപ്പിച്ചുകൊണ്ട് താങ്കളുടെ പ്രയത്നങ്ങളിൽ മുന്നേറുക. കാരണം ഇന്നക അലൽ ഹഖിൽ മുബീൻ, തെളിമയുള്ള യാഥാർത്ഥ്യത്തിലാണ് താങ്കൾ നിലകൊള്ളുന്നത്. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള ആശയകാലുഷ്യവും അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിലുള്ള ചാഞ്ചല്യവും ഇല്ലാതെ, അങ്ങനെ യാതൊരു വിധത്തിലുള്ള വൈമനസ്യവും കൂടാതെ തന്നെ താങ്കളുടെ ദൗത്യവുമായിട്ട് മുന്നോട്ട് നീങ്ങുക, അള്ളാഹുവിൽ എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട്. കാരണം താങ്കൾ നിലകൊള്ളുന്നത് ഏറ്റവും പരിപൂർണമായ യാഥാർത്ഥ്യത്തിലാണ്. ചൈതന്യം നഷ്ടപ്പെട്ട, ചേതനയേറ്റുകഴിഞ്ഞ വെറും ജഡങ്ങളായി മാറിയിരിക്കുന്ന ആളുകളോട്, അവരോട് സംസാരിച്ചുകൊണ്ട് അവരെ കേൾപ്പിക്കുക എന്നത് താങ്കളെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ ഒരു കാര്യമല്ല. ഇന്നക ലാ തുസ്മിഉൽ മൗത, മൃതപ്രായരായ അല്ലെങ്കിൽ മൃതദേഹങ്ങളായി മാറിയിട്ടുള്ള, ജഡങ്ങളായി മാറിയിട്ടുള്ള ഈ ആളുകളോട് സംസാരിച്ച് അവരെ കേൾപ്പിക്കാൻ താങ്കൾക്ക് കഴിയില്ല. വല തുസ്മിഉ സുമ്മ ദുആ ഇദാ വല്ലൗ മുദ്ബിരീൻ, പിന്തിരിഞ്ഞു പോയിക്കളയുന്ന ആളുകളെ അവരുടെ ബധിരതയുടെ അവസ്ഥയിൽ അവരെ വിളി കേൾപ്പിക്കുക എന്നത് പ്രവാചകരെ താങ്കൾക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. അതേപോലെ തന്നെ വമാ അൻത ബിഹാദിൽ ഉംയി അൻ ലലാലതിഹിം, അന്ധത ബാധിച്ച ആളുകളെ അവരുടെ മാർഗഭ്രംശത്തിൽ നിന്ന് നേരെയാക്കിയെടുക്കുക എന്നതും താങ്കൾക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. ഇൻ തുസ്മിഉ ഇല്ലാ മൻ യുഅ്മിനു ബി ആയാതിന ഫഹും മുസ്ലിമൂൻ, പ്രപഞ്ച സ്രഷ്ടാവായ അള്ളാഹുവിന് കീഴ്പ്പെടാനുള്ള സന്നദ്ധതയോടുകൂടി അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാൻ കൂട്ടാക്കുന്ന ആളുകളെ മാത്രമാണ് പ്രവാചകരെ താങ്കൾക്ക് കേൾപ്പിക്കാൻ സാധിക്കുക. താങ്കളുടെ ഭാഷണങ്ങൾ പ്രയോജനം ചെയ്യുക വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള, പ്രപഞ്ച സ്രഷ്ടാവിന് വിധേയപ്പെടാൻ ഒരുക്കമുള്ള ആളുകളുടെ കാര്യത്തിൽ മാത്രമാണ്. അവരെ മാത്രമേ താങ്കൾക്ക് കേൾപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അവിശ്വാസത്തിൽ മുരടുറച്ചുപോയ, കണ്ണുകൾക്ക് ഒരു മറയിട്ട് കഴിഞ്ഞ, കാതുകൾക്ക് ഒരു അടപ്പ് വെച്ചിരിക്കുന്ന, ജീവൽ ചൈതന്യവും തുടിപ്പും നഷ്ടപ്പെട്ടു പോയ, ജഡാവസ്ഥയിലായിരിക്കുന്ന ആളുകളെ കേൾപ്പിക്കുകയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്നത് താങ്കളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുകയുണ്ടായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഒരു ഭാഷണമാണത്. അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന് ധൈര്യം പകരുന്ന ഒരു സംസാരവും, അദ്ദേഹത്തിന് ആവശ്യമായ ചില മാർഗദർശനവും ചില വഴി കാണിക്കലും ഒക്കെയാണ്, ചില ഗുണദോഷിക്കലൊക്കെയാണ് ഈ വാക്കുകളിൽ അടങ്ങിയിട്ടുള്ളത് എന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയിട്ടുണ്ടായി. അതിനെ തുടർന്ന് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ള 2 ആയത്തുകൾ നമുക്ക് ശ്രദ്ധാപൂർവം ഒന്ന് വായിച്ചു നോക്കാം. വൈദാ വഖഅൽ ഖൗലു അലൈഹിം അഖ്റജ്നാ ലഹും ദാബത്തൻ മിനൽ അർദ് തുകല്ലിമുഹും അന്നന്നാസ കാനൂ ബി ആയാതിനാ ലാ യൂഖിനൂൻ. ഇനി അല്ലാഹു വരാനിരിക്കുന്ന കാലത്ത് സംഭവിക്കാനുള്ള ഒരു കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ് ഇവിടെ. വൈദാ വഖഅൽ ഖൗലു അലൈഹിം, ഈ ആളുകളുടെ മേൽ നമ്മുടെ വചനം പുലരുന്ന സമയം ആസന്നമായാൽ, മക്കയിലെ നിഷേധത്തില് മുരടുറച്ച് നിൽക്കുന്ന, അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്ത് ഉൾക്കൊള്ളാൻ കൂട്ടാക്കാതെ മടിച്ചു നിൽക്കുന്ന ലോകത്തെമ്പാടുമുള്ള ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ആളുകൾ തന്നെ ആവാം, അതേപോലെ തന്നെ പിൽക്കാലത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ ഉൾക്കൊള്ളാൻ സന്നദ്ധരല്ലാതെ മാറി നിൽക്കുന്ന ആളുകൾ. ഈ ആളുകളുടെ മേൽ നമ്മുടെ വചനം പുലരുന്ന ഒരു സമയം വരാനിരിക്കുന്നു. അള്ളാഹുവിന്റെ ഖൗല്, അവരുടെ കാര്യത്തിലുള്ള അള്ളാഹുവിന്റെ നടപടിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അള്ളാഹുവിന്റെ കൽപ്പന അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നിർദ്ദേശം, അള്ളാഹുവിന്റെ വചനം, അത് സംഭവിക്കുന്ന ഒരു നാള് വരാനിരിക്കുന്നുണ്ട്. വൈദാ വഖഅൽ ഖൗലു അലൈഹി, നമ്മുടെ വചനം അവരുടെ മേൽ പുലരുന്ന നാൾ പറഞ്ഞാൽ അവരുടെ കാര്യത്തിലുള്ള നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ ദൈവിക നിർദ്ദേശം അത് സംഭവിക്കുന്ന സമയം, അന്ത്യനാളിനോട് അടുത്ത ഒരു ഘട്ടത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടാകുന്നതിന് അള്ളാഹുവിന്റെ ഉത്തരവുണ്ടാകുന്ന ഒരു സമയം. ആ സമയം അതുവരെ അവർക്ക് അള്ളാഹുവിന്റെ പ്രവാചകന്റെ റിസാലത്തിനെ സൂക്ഷ്മമായി പരിശോധിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളുവാനും തള്ളിക്കളയുവാനും ഒക്കെയായിട്ട് അവസരമുണ്ട്. ആ അവസരം കഴിയുന്ന ഒരു സമയം വരാനിരിക്കുന്നുണ്ട്. അവരുടെ കാര്യത്തില് അള്ളാഹുവിന്റെ വചനം, അള്ളാഹുവിന്റെ തീർപ്പ് കൽപ്പിക്കലുണ്ടാകുന്ന ആ സമയം. ആ ഘട്ടത്തില് സംഭവിക്കാനിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അള്ളാഹു മനുഷ്യരാശിയുടെ മേലുള്ള അവന്റെ ഹുജ്ജത്ത്, അവന്റെ ന്യായം പൂർത്തീകരിക്കുന്ന ഒരു നടപടി കൂടി നടപ്പിലാക്കാനിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അന്ത്യപ്രവാചകനെ നിയോഗിച്ചയച്ചു എന്നതും ആ പ്രവാചകൻ മുഖേന മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ ദൈവിക വെളിപ്പാടുകൾ കേൾപ്പിച്ചു എന്നതും ഒക്കെ തന്നെ ഈ അള്ളാഹുവിന്റെ ഖൗല് ഉണ്ടാകുന്നതിനുള്ള ഉപാധിയായ ചില ന്യായങ്ങളായിരുന്നു, അല്ലെങ്കിൽ ചില ഉപാധികളായിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് കൂടാതെ അള്ളാഹുവിന്റെ നടപടിക്രമം സംഭവിക്കുന്നതിന് മുമ്പ്, നമ്മുടെ വചനം പുലരുന്ന സമയം ആഗതമാവുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ആഗതമാകുന്ന ആ ഘട്ടത്തിൽ എന്താണ് സംഭവിക്കുക? അഖ്റജ്നാ ലഹും ദാബത്തൻ മിനൽ അർള്, ഭൂമിയിൽ നിന്ന് നാം ഒരു ജന്തുവിനെ, ഒരു ജീവിയെ പുറത്തു കൊണ്ടുവരും. അഖ്റജ്നാ ലഹും, നാം അവർക്കായിട്ട് അവരുടെ മേലുള്ള ന്യായം സ്ഥാപിക്കുന്നതിന് വേണ്ടിയായിട്ട് ഒരു ദാബത്തിനെ ഭൂമിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരും. അഖ്റജ്നാ ലഹും ദാബത്തൻ മിനൽ അർള്. ദബ്ബ എന്ന് പറഞ്ഞാൽ ഇഴഞ്ഞു നീങ്ങി എന്നാണ് അർത്ഥം. അരിച്ചരിച്ച് നീങ്ങുക, ഇഴഞ്ഞു നീങ്ങുക എന്നൊക്കെയാണ് അർത്ഥം. ദാബത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ഒരു ജീവി. ദാബത്തുൽ അർള് എന്നൊരു പരാമർശം നമ്മൾ നേരത്തെ സുലൈമാൻ അലൈഹി ഇസ്ലാമിന്റെ കഥനം ചെയ്യപ്പെട്ട ഒരു സന്ദർഭത്തിൽ കാണുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മിൻസഅത്ത്, ഊന്നുവടി ദാബത്തുൽ അർള് തിന്നു തീർത്ത ഒരു കാര്യം. അവിടെ ചിതല് എന്നായിരുന്നു നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഗതിയാണ്. ദാബത്തുൽ അർള് എന്നല്ല ഇവിടെ പറയുന്നത്, ദാബത്തും മിനൽ അർള് എന്നാണ്. ചെറിയൊരു വ്യത്യാസം ഘടനാപരമായിട്ടുണ്ട്. അഖ്റജ്നാ ലഹും ദാബത്തൻ മിനൽ അർള്, ഭൂമിയിൽ നിന്ന് നാം ഒരു ദാബത്തിനെ, ഒരു ഇഴഞ്ഞു നീങ്ങുന്ന ജീവിയെ നാം പുറത്തു കൊണ്ടുവരും. തുകല്ലിമുഹും, അത് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കും. വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം, ആ ദാബത്ത് ഈ നിഷേധികളോട് ഒരു ന്യായം പൂർത്തീകരിക്കുന്ന വിധത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. തുകല്ലിമുഹും. അപ്പോ മനുഷ്യനല്ലാത്ത ഒരു ജീവി മനുഷ്യന്റെ ഭാഷയിൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ നമ്മൾ അതുപോലെ ഒരു അനുഭവം മനസ്സിലാക്കുകയുണ്ടായി. സുലൈമാൻ അലൈഹിസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സൈനിക സേവനത്തിൽ ഉണ്ടായിരുന്ന ഒരു പക്ഷി ഹുദ്ഹുദ്, വിദൂരമായ ഒരു നാട്ടില്, സബഅ രാജ്യത്ത്, അവിടുത്തെ രാജ്ഞിയും നാട്ടുകാരും സൂര്യനെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം വന്ന് റിപ്പോർട്ട് ചെയ്തത് നമ്മൾ ഖുർആൻ അത്
വിവരിക്കുന്നത് കാണുകയുണ്ടായി ഈ സൂറത്തിന്റെ തുടക്കത്തിൽ. സുലൈമാൻ അലൈഹിസ്ലാമിന് മനസ്സിലാവുന്ന ഒരു ഭാഷയിൽ, അത് മറിച്ചു ആവാം. സുലൈമാൻ അലൈഹിസ്ലാമിന് പക്ഷികളുടെ ഭാഷ നാം വശപ്പെടുത്തി കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. അപ്പൊ ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാകുന്ന വിധത്തിൽ ഒരു സംവിധാനം അവിടെ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. ഒന്നുകിൽ ആ പക്ഷി സംസാരിക്കുന്നത് മനുഷ്യന്, സുലൈമാൻ അലൈഹിസ്ലാമിന് കേൾക്കാൻ സാധിക്കുന്നു, സുലൈമാൻ അലൈഹിസ്ലാമിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഭാഷയിലാണ് അത് കൺവേ ചെയ്യപ്പെടുന്നത്. ഇവിടെ അള്ളാഹു പരാമർശിക്കുന്നത് ദാബത്തും മിനൽ അർള്, ഭൂമിയിൽ നിന്ന് അള്ളാഹു പുറത്തു കൊണ്ടുവരുന്ന ഒരു ജീവി, ഒരു ജന്തു. അത് ജനങ്ങളോട്, വിശേഷിച്ച് ഈ നിഷേധികളോട് സംസാരിക്കും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. തുകല്ലിമുഹു, അവരോട് സംസാരിക്കും. അന്നന്നാസ കാനൂബി ആയാത്തിന ലാ യുഖിനൂൻ, പറയുന്ന കാര്യം, അതിന്റെ ഉള്ളടക്കം ഇതാണ്. അന്നന്നാസ കാനൂബി ആയാത്തിന ലാ യുഖിനൂൻ, നിശ്ചയമായിട്ടും ജനങ്ങൾ നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വേണ്ട വിധത്തില് ഉൾക്കൊള്ളാത്തവരായിരിക്കുന്നു എന്ന കാര്യമാണ് ദാബത്തും മിനൽ അർള് പറയുന്നത്. അന്നന്നാസ കാനൂബി ആയാത്തിന ലാ യൂഖിനൂൻ, അള്ളാഹുവിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരാളുടെ സ്വരത്തിലും ശൈലിയിലുമാണ് ഇവിടെ ദാബത്തും മിനൽ അർള് സംസാരിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അന്നന്നാസ കാനൂബി ആയാത്തിന ലാ യൂഖിനൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢബോധ്യമുള്ളവരല്ലാതെ ആയിരിക്കുന്നു ജനങ്ങൾ. വിശ്വാസികൾ തന്നെ പലരും ഒരു തൊലിപ്പുറമേയുള്ള വിശ്വാസത്തിലാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ദൃഢബോധ്യമുള്ളവരായിട്ടല്ല അവർ നിലകൊള്ളുന്നത്. ആളുകളിലേറെയും അള്ളാഹുവിന്റെ ആയാത്തുകളില് വിശ്വാസം ഉൾക്കൊള്ളാത്ത, അതിനെക്കുറിച്ച് ദൃഢബോധ്യമുള്ളവരല്ലാത്തവരായി മാറിയിരിക്കുന്നു എന്നതാണ് ദാബത്തും മിനൽ അർള് ഈ നിഷേധികളോടായിട്ട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ പറയും, അവർ വിളിച്ചു പറയും ഈ ദാബത്തും മിനൽ അർള് ഇവർക്ക് കേൾക്കാൻ കഴിയുന്ന വിധത്തില് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോ വളരെ അസാധാരണത്വമുള്ള ഒരു കാര്യം സംഭവിക്കാനിരിക്കുന്നു എന്നതാണ് ഈ ആയത്ത് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം. ഏറെ അസാധാരണത്വവും അത്ഭുതവും അടങ്ങിയിട്ടുള്ള ഒരു കാര്യം. ആ ഒരു ന്യായം പൂർത്തീകരിക്കാൻ മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നതാണ് പരോക്ഷമായിട്ട് സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേന ദൈവിക വെളിപ്പാടുകൾ ജനങ്ങളെ കേൾപ്പിക്കപ്പെട്ട് കഴിഞ്ഞതോടുകൂടി യഥാർത്ഥത്തിൽ ദൈവികമായ സന്ദേശത്തിന്റെ പൂർത്തീകരണവും ജനങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ആ മാർഗദർശനത്തിന്റെ പൂർത്തീകരണവും ഒക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഒന്നേ സംഭവിക്കാനുള്ളൂ, ഇവരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഒരു തീർപ്പ് വരണം. അങ്ങനെ ആ തീർപ്പ് വരാനിരിക്കുന്ന സമയത്ത് അതിന്റെ മുന്നോടിയായിട്ട് ഉണ്ടാവാനിരിക്കുന്ന ഒരു കാര്യം അള്ളാഹുവിടെ പറയുന്നത് അഖ്റജ്നാ ലഹും ദാബത്തൻ മിനൽ അർള്, ഭൂമിയിൽ നിന്ന് നാം അവർക്കായിട്ട് ഒരു ജന്തുവിനെ പുറത്തു കൊണ്ടുവരും. അത് തുകല്ലിമുഹും, അവരോട് സംസാരിക്കുകയും ചെയ്യും. സംസാരിക്കുന്ന കാര്യം മുഖ്യമായിട്ടും ഇതാണ്. അന്നന്നാസ കാനൂബി ആയാത്തിന ലാ യൂഖിനൂൻ, ജനങ്ങൾ നമ്മുടെ ദൈവിക ദൃഷ്ടാന്തങ്ങളുടെ കാര്യത്തില് ദൃഢബോധ്യമുള്ളവർ അല്ലാതായിരിക്കുന്നു എന്നതാണ് ഈ ദാബത്തും മിനൽ അർള്, ഇവരുടെ പ്രജ്ഞയറ്റ് കിടക്കുന്ന, ജീവൽ ചൈതന്യം നഷ്ടപ്പെട്ട, മൃതപ്രായമായ മസ്തിഷ്കവും ഹൃദയവും ഒക്കെ പ്രവർത്തനരഹിതമായ, കാതും അതുപോലെ കണ്ണും പ്രവർത്തനരഹിതമായ, കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയ ഈ നിഷേധികളുടെ സമൂഹത്തോടായിട്ട് അവർക്ക് ബോധമുദിക്കാൻ ഒരു അവസാന കാരണമാവട്ടെ എന്ന നിലക്ക് ഈ ദാബത്തും മിനൽ അർള് അവരോട് പറയുന്ന ഒരു കാര്യമാണിത്. ജനങ്ങൾക്ക് ദൈവിക ദൃഷ്ടാന്തങ്ങളിൽ ദൃഢബോധ്യം ഇല്ലാതെയായിരിക്കുന്നു എന്ന കാര്യം, എന്ന യാഥാർത്ഥ്യം അത് വിളിച്ചു പറയും. ഇതാണ്
അള്ളാഹുവിടെ സൂചിപ്പിക്കുക. ഇങ്ങനെ ഒരു സംഗതിയാണ് ഇനി സംഭവിക്കാനുള്ളത്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ മാർഗദർശനത്തിൽ അടങ്ങിയിട്ടുള്ള സത്യം ബോധ്യപ്പെടാൻ ആവശ്യമായ സകലതും അള്ളാഹു ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്നത് ഇവരുടെ കാര്യത്തിലുള്ള ദൈവിക വിധി തീർപ്പ് വരിക എന്നതാണ്. ആ വിധി തീർപ്പുണ്ടാകാൻ ഇരിക്കുന്ന സമയത്ത് നിശ്ചയമായിട്ടും നാം ഭൂമിയിൽ നിന്ന് ഇവർക്കായിട്ട് ഒരു ജന്തുവിനെ പുറത്തു കൊണ്ടുവരും. ആ ജന്തു ഇങ്ങനെ അവരോട് സംസാരിക്കുകയും ചെയ്യും. ഇതാണ് ദൈവികമായി അവസാനമായി പൂർത്തീകരിക്കാനുള്ള ന്യായം എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. നമുക്ക് എന്താണ് ഈ ദാബത്തും മിനൽ അർള് എന്നതിന്റെ സൂചന എന്നത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അതിന് മുമ്പായിട്ട് വായിച്ചു വെച്ച ആ 2 ആയത്തുകളുടെ ബാക്കി ഭാഗം നിങ്ങളെ കേൾപ്പിക്കാം. വയൗമ നഹ്ശുറു മിൻ കുല്ലി ഉമ്മത്തിൻ ഫൗജൻ മിമ്മൻ യുകദ്ദിബു ബിആയാതിനാ ഫഹും യൂസഊൻ. അപ്പൊ ആ നാളിന്റെ ഒരു പ്രത്യേകത, നഹ്ശുറു മിൻ കുല്ലി ഉമ്മത്തിൻ ഫൗജൻ, എല്ലാ സമൂഹങ്ങളിൽ നിന്നുമായിട്ട്, എല്ലാ സമുദായങ്ങളിൽ നിന്നും, എല്ലാ ഉമ്മത്തുകളിൽ നിന്നുമായിട്ട് നാം ഒരു വലിയ സംഘത്തെ ഒരുമിച്ച് കൂട്ടും. മിമ്മൻ യുകദ്ദിബു ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കിയ തരം ആളുകളിൽപ്പെട്ട ഒരു സംഘത്തെ, ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സംഘത്തെ നാം ഉയർത്തിക്കൊണ്ടുവരും. ഒരു ഫൗജ് എന്ന് പറഞ്ഞാൽ ഒരു ജനക്കൂട്ടം. അപ്പൊ ഓരോ ഉമ്മത്തിൽ നിന്നും ഒരു കൂട്ടം ജനങ്ങളെ നാം ഒരുമിച്ച് കൊണ്ടുവരും. അവരുടെ പ്രത്യേകത, അവര് അള്ളാഹുവിന്റെ ആയാത്തുകളെ നിഷേധിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സംഘമാണ് എന്നതാണ്. ഫഹും യൂസഊൻ, എന്നിട്ട് അവരെ വ്യത്യസ്തമായ വിഭാഗങ്ങളായിട്ട് തരംതിരിച്ച് തട്ടുകളാക്കി നിർത്തും. അവരെ പല വിധത്തിൽ നാം വേർതിരിച്ച് പല സംഘങ്ങളും പല കൂട്ടങ്ങളും പല വിഭാഗങ്ങളുമാക്കി വേർതിരിച്ച് നിർത്തുകയും ചെയ്യും. എല്ലാ സമൂഹങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ വേറൊരു നിലക്ക് പറഞ്ഞാൽ എല്ലാ തലമുറകളിൽ നിന്നും നാം ഓരോ ഫൗജിനെ ഒരുമിച്ച് കൂട്ടും. അവരുടെ പൊതുവായ പ്രത്യേകത, അവര് മിമ്മൻ യുകദ്ദിബു ബിആയാതിന എന്നതാണ്. നമ്മുടെ ആയാത്തുകളെ നിഷേധിച്ച, കളവാക്കിയ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഓരോ തലമുറയിൽ നിന്നും നാം ഒരുമിച്ച് കൂട്ടുന്ന ഈ ഫൗജ്. അങ്ങനെയുള്ള ചില ജനക്കൂട്ടങ്ങളെ നാം ഒരുമിച്ച് കൊണ്ടുവരും. എന്നിട്ട് അവരെ പല വിഭാഗങ്ങളാക്കി തരംതിരിച്ച് നിർത്തും. അങ്ങനെ തരംതിരിച്ച് നിർത്തിയതിന് ശേഷം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് തുടർന്നുള്ള ആയത്തുകളിലാണ് വിശദീകരിക്കപ്പെടുന്നത്. ഞാൻ അതിലേക്ക് ഇപ്പൊ പോകുന്നില്ല. നമുക്ക് തുടർന്നുള്ള സെഷനുകളിൽ അത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈ 1-ാമത്തെ ആയത്തിലേക്ക് തിരിച്ചു പോകുമ്പോ അള്ളാഹു അവന്റെ ന്യായവിധി നടപ്പിലാക്കുന്നതിന്റെ മുമ്പായിട്ട്, ആ സന്ദർഭത്തിൽ, അതിനോട് അടുത്ത ഘട്ടത്തില് ഭൂമിയിൽ നിന്ന് നാം ഒരു ജന്തുവിനെ പുറത്തു കൊണ്ടുവരികയും ജനങ്ങൾ ദൈവിക ദൃഷ്ടാന്തങ്ങൾ കാണാനും ഉൾക്കൊള്ളാനും കൂട്ടാക്കാത്തവരായിരിക്കുന്നു എന്ന് ആ ദാബത്തും മിനൽ അർള് ജനങ്ങളോടായിട്ട് പറയുകയും ചെയ്യും എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്ക് വേണമെങ്കിൽ ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളുന്നവരായി മാറാൻ ഒരവസരം ഇതാ തന്നിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ്. അവസാനത്തെ ഒരു ഉണർത്തൽ, ഒരു ഓർമ്മപ്പെടുത്തൽ. കാരണം ഓരോരുത്തർക്കും സ്വന്തം നിലപാട് എന്താണ്, അവര് പിന്തുടർന്നു വന്നിരുന്ന വഴി എന്താണ് എന്നതൊക്കെ ഓർമ്മയിൽ ഉണ്ടാകാൻ പറ്റുന്ന വിധത്തിൽ ഒരു ബോധ്യപ്പെടുത്തലും ഉണർത്തലുമാണ് ഇവിടെ ദാബത്തും മിനൽ അർള് ഈ ആളുകളോട് സംസാരിച്ചുകൊണ്ട് നിർവഹിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ദാബത്തും മിനൽ അർള് എന്നത് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ നിലവില് സാഹചര്യമില്ല. ചില സൂചനകള് ഹദീസുകളിൽ നൽകപ്പെടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് ഈ പ്രതിഭാസം എന്താണ് എന്നത് അനുമാനിക്കാൻ മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധിക്കുകയുള്ളൂ. അള്ളാഹു ഈ
സത്യനിഷേധികളായ ആളുകൾക്കും അതുപോലെ തന്നെ ഖുറൈശികളിൽപ്പെട്ട നിഷേധികള്, അതുപോലെ ആ തലമുറയ്ക്ക് ശേഷം ലോകമെമ്പാടുമുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തിനെ നിഷേധിക്കുന്ന ആളുകള്, ഇവരുടെ കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കാനിരിക്കുമ്പോഴാണ് ദാബത്തും മിനൽ അർളിനെ അള്ളാഹു പുറത്തു കൊണ്ടുവരിക എന്നത് ഇവിടെ വ്യക്തമാക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ ആ തീർപ്പ് വരുന്നത്, ആ തീരുമാനം ഉണ്ടാവുന്നത് തടയാൻ ആർക്കും സാധ്യമല്ല. അള്ളാഹുവിന് അക്കാര്യത്തില് ഒരു പിഴവും സംഭവിക്കുകയുമില്ല. അതാണ് വസ്തുത. അപ്പോ ഈ എന്താണ് ഭൂമിയിൽ നിന്ന് അള്ളാഹു ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ ദാബത്തും മിനൽ അർള് എന്നതിന്റെ സൂചന ചില ഹദീസുകൾ വ്യക്തമാക്കുന്നത് ഇത് സംഭവിക്കുന്ന കാലം എപ്പോഴാണ് എന്നത് ചില ഹദീസുകളിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. ഭൂമിയില് അമ്രും ബിൽ മഅറൂഫും നഹി അനിൽ മുൻകറും, നന്മ കൽപ്പിക്കലും തിന്മ തടയലും തിന്മ വിരോധിക്കലും, ഈ സംഗതി ഇല്ലാതെയാവുന്ന ഒരു ഘട്ടത്തിലാണ്. അങ്ങനെ ഒരു സംഗതി ആരും അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നവരായിട്ട് ഇല്ലാതെയായി മാറുന്ന, അങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കുന്ന ഒരു കാര്യത്തില് ആരും ഏർപ്പെടാത്തവരായി മാറിയിട്ടുള്ള ഒരു സമയത്താണ്, ആ ഒരു കാലത്താണ് ഇത് സംഭവിക്കുക എന്നാണ് ഹദീസുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇത് സംബന്ധമായ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തില് അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഇബ്നു മർദവൈഹി രേഖപ്പെടുത്തുന്ന ഹദീസില് ഈ കാര്യം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും മനുഷ്യര് തീരെ വെടിഞ്ഞു കഴിഞ്ഞാൽ അന്ത്യനാളിന്റെ സമയം ആഗതാവുകയാണ്. അപ്പോ അങ്ങനെ നന്മ കൽപ്പിക്കലും തിന്മ തടയലും പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കപ്പെട്ട ഒരു ഘട്ടം എത്തിയാൽ അന്ത്യദിനം സംഭവിക്കുന്നതിന്റെ മുമ്പായിട്ടാണ് ഈ കാര്യം ഉണ്ടാവുക, ഈ ദാബത്തും മിനൽ അർള് പ്രത്യക്ഷപ്പെടുക. അള്ളാഹു ഒരു ജന്തുവിനെ ഭൂമിയിൽ നിന്ന് പുറപ്പെടുവിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് അള്ളാഹുവിന്റെ അവസാനത്തെ ന്യായം പൂർത്തീകരിക്കലാണ്. മനുഷ്യരാശിയുടെ മേലുള്ള ദൈവിക നടപടി ഉണ്ടാകുന്നതിന് മുമ്പായിട്ട് ഒരു അവസാന ന്യായം പൂർത്തീകരിക്കുന്ന വിധത്തിലാണ് ഈ ദാബത്തും മിനൽ അർള് രംഗത്ത് വരിക എന്നതാണ്. യഥാർത്ഥത്തില് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും സാധ്യമല്ലാതെയായി മാറുന്ന ഒരു കാലഘട്ടം ആഗതമായി കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പലപ്പോഴും സാമൂഹ്യ ജീവിതത്തില്, പൊതുജീവിതത്തിലൊക്കെ ധർമ്മം ഉപദേശിക്കുന്ന, സത്യം വിളിച്ചു പറയുന്ന ഒരു കാര്യം ചെയ്യാൻ ഇപ്പൊ ആളുകൾക്ക് പറ്റാണ്ടാവുകയാണ്. സദാചാര പോലീസ് എന്ന പേര് അവരുടെ മേലൊരു ചാപ്പയായിട്ട് കുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ നിയമക്കുരുക്കുകളിലും നടപടികളിലും ഒക്കെ അകപ്പെടുത്തിക്കൊണ്ട് ആളുകളെ സത്യവും ധർമ്മവും പറയാൻ അനുവദിക്കാത്തൊരവസ്ഥ ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ലക്ഷണങ്ങൾ നമ്മൾ പലയിടത്തും പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. മറ്റൊന്ന്, ദൈക്ഷണിക മണ്ഡലത്തില് ഓരോരുത്തർക്കും അവരുടെ സത്യമാണ് ഉള്ളത്. പൊതുവായ എല്ലാവർക്കും ബാധകമായ ഒരു സത്യമില്ല. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ സത്യത്തിൽ, അവരുടെ വിശ്വാസത്തിൽ ഇടപെടേണ്ടതില്ല എന്ന വിധത്തിൽ സംസാരിക്കുക എന്നത് വളരെ നോർമലായി മാറിയിരിക്കുകയാണ്. യൂണിവേഴ്സിറ്റി തലത്തിലും അക്കാദമിക തലത്തില് ഗവേഷണം ചെയ്യുന്ന ആളുകൾക്കിടയിലൊക്കെ വളരെ കോമൺ ആയിട്ട് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണിത്. നിങ്ങളുടെ തിരിച്ചറിവോടുകൂടി നിങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്ന സത്യം, അത് നിങ്ങളുടെ സത്യമാണ്. അത് മറ്റുള്ളവരുടെ കാര്യത്തില് സത്യമല്ല. സത്യം എന്നത് ഒരേ ഒരു കാര്യം മാത്രമല്ല, ഓരോരുത്തർക്കും ഓരോ സത്യമാണുള്ളത് എന്ന വിധത്തില് ഒരു പക്ഷേ ഇതിന് ഒരു ലിബറലൈസേഷന്റെ ഒരു സ്വഭാവവും കൈവന്നിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും.
എല്ലാവരും സ്വതന്ത്രരാണ്, എല്ലാവരും അവരുടെ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരാളും മറ്റൊരാളുടെ മേൽ തങ്ങളുടെ തിരിച്ചറിവ് അടിച്ചേൽപ്പിക്കേണ്ടതില്ല എന്ന ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അവർ സംസാരിക്കുക. പക്ഷെ അതിന്റെ ഫലം എന്താണെന്ന് വെച്ചാൽ മനുഷ്യര് ഓരോരുത്തരും ഓരോ തുരുത്തുകളിലായി മാറുക. ഹക്ക് ബോധ്യപ്പെട്ട ആളുകൾക്ക് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള ഒരു സ്പേസ് ഇല്ലാതെയായി മാറുക. സത്യം ഉത്ബോധിപ്പിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുക എന്ന സാമൂഹ്യ ബാധ്യത നിർവഹിക്കാൻ ആളുകൾ അനുവദിക്കാത്ത ഒരു സാഹചര്യം വന്നു ചേരുന്നു എന്നതാണ് ഇതിന്റെ ഫലം. അന്ത്യനാളിനോട് അടുക്കുന്ന ഘട്ടത്തില് ഒരു പക്ഷേ ഇത് ഏറ്റവും രൂക്ഷമായ വിധത്തില് അനുഭവപ്പെടുമായിരിക്കും. ആർക്കും ഒന്നും ഒരാളോടും പറയാനോ ഗുണദോഷിക്കാനോ വളരെ പച്ചയായ വിധത്തില് മ്ലേച്ഛതകള് പ്രചരിക്കുകയും നടമാടുകയൊക്കെ ചെയ്യുമ്പോൾ അതിലിടപെട്ട് സംസാരിക്കാനോ കഴിയാത്ത വിധത്തില് അധർമ്മത്തിന് മേൽക്കൈ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോ എന്റെ കുട്ടിക്കാലത്തൊന്നുള്ള പോലെയല്ല ഇന്നത്തെ സാമൂഹ്യ സാഹചര്യം. എന്റെ കുട്ടിക്കാലത്ത് ഏത് സമൂഹത്തിലും ചോദിക്കാനും പറയാനും ഒക്കെ ചിലരൊക്കെ ഉണ്ടായിരുന്നു. മുതിർന്ന ആളുകള് ചില കാര്യങ്ങള് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി വരുമ്പോൾ അതിൽ ഇടപെടുകയും അതില് ആളുകളെ ഒരു അച്ചടക്കത്തിൽ നിർത്തുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി നിലവിലുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആർക്കും ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സാമൂഹ്യ സാഹചര്യമല്ല നിലനിൽക്കുന്നത് എന്നത് കാണാൻ കഴിയും. അതിന്റെ വേറൊരു തലം നന്മ കൽപ്പിക്കാനും തിന്മ തടയാനുമുള്ള സാധ്യത അടഞ്ഞു പോവുകയാണ്. ആളുകൾ അതിന് വിമുഖരായി മാറുകയും ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ, അവരുടെ പാട്ടിന് പോട്ടെ എന്ന് പറയുന്ന ഒരു നെഗറ്റീവായ നിലപാടുണ്ട്. അതിനെ തന്നെ വളരെ പോസിറ്റീവായിട്ട് അവതരിപ്പിക്കുന്ന ആളുകളുമുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. അവരുടെ സ്വാതന്ത്ര്യത്തിലും വ്യക്തിപരമായ തിരിച്ചറിവുകളിലൊന്നും നമ്മൾ ഇടപെടാൻ പാടില്ല. നമ്മൾ ഇടപെടുന്നതാണ് തെറ്റ് എന്ന വിധത്തിലൊക്കെയാണ് ആളുകൾ അതേക്കുറിച്ച് സംസാരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഇടപെടുന്നതാണ് തെറ്റ് എങ്കിൽ പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണം ഒക്കെ വല്ലാത്ത കടുങ്കൈയായി പോയി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കാരണം ആളുകള് തിന്മയിലും അന്ധകാരത്തിലും കൂപ്പുകുത്തിയ ഘട്ടങ്ങളിലാണ് എല്ലാ പ്രവാചകന്മാരും അവരുടെ ദൗത്യം നിർവഹിക്കുകയുണ്ടായിട്ടുള്ളത്. അപ്പോ അത് അവരുടെ ചോയ്സ് ആണ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. അതില് ഇടപെട്ടുകൊണ്ട് വേറൊരാൾ സംസാരിച്ചുകൂടാ എന്നതാണ് ശരിയെങ്കിൽ പ്രവാചകന്മാരും അതുപോലെ പരിഷ്കർത്താക്കളും യുഗപുരുഷന്മാരും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വ്യർത്ഥമായ ഒരു സംഗതിയാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അപ്പൊ ദാബത്തുൽ അർള് രംഗത്ത് വരിക, ഈ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്നൊരു കാര്യം തീർത്തും നിലച്ചു പോകുന്ന ഒരു ഘട്ടത്തിലാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അപ്പോ ഇത് ഒരു ജന്തുവാണോ അതല്ല വേറെ എന്തെങ്കിലും ഒരു പ്രതിഭാസമാണോ എന്നത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എപ്പോഴാണ് വരിക എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. അന്ത്യനാളിന്റെ മുമ്പായിട്ട് ഇങ്ങനെ നന്മ കൽപ്പിക്കലും തിന്മ തടയലും ഇല്ലാതെയായി മാറിയൊരു ഘട്ടത്തിലാണ് ഇത് ഉണ്ടാവുക എന്നുള്ളത്. ഇനി അതൊരു ജീവിയാണോ, ഒരു ജീവനുള്ള ഒരു ജന്തുവാണോ, അതല്ല അത് ഒരു ആലങ്കാരികമായിട്ടുള്ള ഒരു പ്രയോഗം മാത്രമാണോ എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോ ഇത് ഒരു ജീവിയാണോ അതല്ല ഒരു സ്പീഷീസിൽപ്പെട്ട കുറെ എണ്ണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായിട്ടുണ്ടാവുമോ? ഇങ്ങനെ ഒരു ആലോചനയും ഇത് സംബന്ധമായി ചർച്ച ചെയ്ത ആളുകൾ പങ്കുവെക്കുന്നത് കാണാൻ കഴിയും. പക്ഷെ ഇതൊന്നും വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആനോ ഹദീസുകളോ ഇത് സംബന്ധമായിട്ടൊന്നും പറയുന്നില്ല. അന്ത്യനാൾ ഉണ്ടാകുമെന്നും പരലോകം നിലവില് വരുമെന്നുമുള്ള ദൈവിക സന്ദേശം ജനങ്ങള് വേണ്ട വിധത്തില് ദാർഢ്യതയോടുകൂടി
വിശ്വസിക്കാതെ ആവുന്ന ഒരു ഘട്ടത്തിലാണ് ദാബത്തുൽ അർള് രംഗത്ത് വരിക എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന ഒരു കാര്യം. അപ്പോ ഇവിടെ അന്ത്യനാളാണോ, അന്ത്യസമയം വരുന്നതാണോ, അതുപോലെ ദാബത്തുൽ അർള് സംഭവിക്കുന്നതാണോ, അതിന്റെ ഒരു ക്രമം ഏതാണ് എന്നത് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എന്തായാലും അന്ത്യനാള് സംഭവിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ന്യായം പൂർത്തീകരിക്കലായിട്ടാണ് ഖുർആൻ അതിവിടെ സൂചിപ്പിക്കുന്നത് എന്നത് വ്യക്തമാവുന്നുണ്ട്. ഒരു ഹദീസ് വ്യക്തമാക്കുന്നത് സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുകയും അങ്ങനെ ഒരു പട്ടാപ്പകലായിട്ട്, ഒരു പകൽ വെളിച്ചത്തിലായിട്ട് ഈ ജന്തു പ്രത്യക്ഷപ്പെടുകയും ചെയ്യും എന്നതാണ്. ഇത് ഈ ജന്തു ദാബത്തും മിനൽ അർള് പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണോ പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കുക, അതല്ല പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിച്ചതിന്റെ ശേഷമാണോ ഇതുണ്ടാവുക എന്നതൊന്നും നമുക്ക് തീർത്ത് പറയാൻ പറ്റുന്ന വിധത്തില് നമ്മളുടെ കയ്യിൽ കാര്യങ്ങൾ ലഭ്യമല്ല. ആദ്യം ഉണ്ടാകുന്നത് എന്തായാലും അതിനെ തുടർന്ന് തന്നെ മറ്റതും ഉണ്ടാവും എന്നത് മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നിലക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ആദ്യം ഉണ്ടാകുന്നത് ഏതായാലും മറ്റത് അടുത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവുക എന്ന വിധത്തിൽ. അപ്പോ അന്ത്യനാളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രതിഭാസങ്ങൾ, ദജ്ജാലിന്റെ വരവ്, ദാബത്തും മിനൽ അർളിന്റെ വരവ്, ഒരു ധൂമം, ഒരു പുക പുറപ്പെടുക എന്നൊരു സംഗതി, അതുപോലെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുക എന്നൊരു കാര്യം, ഇതൊക്കെ ഒന്നിനു പുറകെ ഒന്നായി സംഭവിക്കാനിരിക്കുന്ന അന്ത്യനാളിനോട് അടുത്ത് ഉണ്ടാവാനുള്ള കാര്യങ്ങളാണ് എന്നതാണ് ഹദീസുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ഈ ജീവിയുടെ ധാതു എന്തുകൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്, എന്തുകൊണ്ടാണ് ഇതിനെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് എന്നത്, അതുപോലെ അതിന്റെ രൂപം എന്തായിരിക്കും, അതിന്റെ ഘടന, ആകാരം, അത് പ്രത്യക്ഷപ്പെടുന്ന സ്ഥലം, ഇതൊക്കെ ഏതായിരിക്കും എന്നതൊക്കെ ഒരുപാട് ചർച്ചകളൊക്കെ അത് സംബന്ധമായിട്ട് നടക്കുന്നുണ്ടെങ്കിലും അതൊക്കെ ഒരുപാട് അവ്യക്തതയുള്ള കാര്യങ്ങളാണ്. നമുക്ക് സഹായകമായ ഒരു റിലയബിൾ ആയ വിധത്തിലുള്ള ഇൻഫർമേഷൻ ഒന്നും അത് സംബന്ധമായിട്ട് ലഭ്യമല്ല. അപ്പൊ ഇവിടെ ഒരു മൃഗം ആണ് എന്ന് ഇതിനെ കുറിച്ച് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ, മനുഷ്യനോട് സംവദിക്കാൻ കഴിയുന്ന മനുഷ്യഭാഷയിൽ സംസാരിക്കുന്ന ഒരു ജീവി, അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ജീവിയെ രംഗത്ത് കൊണ്ടുവരിക എന്നത് യാതൊരു പ്രയാസമുള്ള സംഗതിയല്ല. നമ്മൾ ചില വീഡിയോസിലൊക്കെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ചിലപ്പോ മനുഷ്യന്റെ ഭാഷയിലെ ചില അട്ടറൻസസ് ഒക്കെ ഉരുവിടുന്നത് നമ്മൾ കാണാറുണ്ട്. ഇപ്പോ പലതും കാണാൻ കഴിയാറുണ്ട്. ചിലതൊക്കെ അതിനോട് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് മനുഷ്യന്റെ സംസാരത്തിനോട് വളരെ അടുപ്പമുള്ള പോലെ അതിന് തോന്നുകയും ചെയ്യും. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് യാതൊരു പ്രയാസമുള്ള സംഗതിയല്ല. ഹുദ്ഹുദ് പക്ഷിയുടെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ അങ്ങനെ ഒരു സംഗതി കാണുകയുണ്ടായിട്ടുണ്ട്. മാത്രവുമല്ല, എന്ത് ഓബ്ജക്റ്റിനെയും സംസാര വൈഭവമുള്ളതാക്കി മാറ്റാൻ കഴിയും എന്നൊരു സൂചന അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നൽകുന്നുണ്ട്. ഹമീമ സജദ സൂറത്തിലെ ഒരു 30-31 ആയത്തുകൾ വായിച്ചു നോക്കുക. ഹത്താ ഇദാ മാ ജാഊഹ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുദൂദുഹും. അങ്ങനെ അവർക്ക് ആ അന്ത്യസമയം വന്നു ചേർന്നാൽ അവർക്കെതിരില് അവരുടെ കേൾവി, കണ്ണുകള്, അവരുടെ തൊലി, ചർമ്മം, ഇതൊക്കെയും അവർക്കെതിരിൽ സാക്ഷികളായിക്കൊണ്ട് സംസാരിക്കും. ബിമാ കാനൂ യഅമലൂൻ. അവർ ചെയ്തുകൊണ്ടിരുന്ന നെറുകേടുകളെ കുറിച്ച് അവരുടെ കണ്ണുകള്, കാതുകള്, അവരുടെ ചർമ്മം ഒക്കെ അവർക്കെതിരിൽ സാക്ഷ്യമായിട്ട് നിലകൊള്ളും. ഖാലൂ ലിജുനൂദിഹിം. അപ്പോ ലിജുലൂദിഹിം, അവര് അവരുടെ ചർമ്മത്തോടായിട്ട്, അവരുടെ ചർമ്മങ്ങളോടായിട്ട് പറയും, ലിമ ഷഹിത്തും അലൈന, നിങ്ങൾ എന്താ ഞങ്ങൾക്ക് എതിരിൽ സാക്ഷിയായി കളഞ്ഞത്? അപ്പോ ഈ ചോദ്യത്തിനുള്ള മറുപടിയായിട്ട് അവര് പറയുക, ഖാലൂ
അന്തഖനല്ലാഹു അല്ലദീ അന്തഖ കുല്ല ഷൈ. എല്ലാറ്റിനും സംസാര വൈഭവം നൽകിയിട്ടുള്ള അള്ളാഹു ഞങ്ങളെയും സംസാരിപ്പിച്ചു. അതാണ് ഉണ്ടായിട്ടുള്ളത്. നിങ്ങളുടെ കൈകാലുകളാകാം, കാതുകളാകാം, കണ്ണുകളാകാം, നിങ്ങളുടെ ചർമ്മമാവാം, പക്ഷേ ഞങ്ങളെ അള്ളാഹുവാണ് സംസാരിപ്പിച്ചിരിക്കുന്നത്. എന്തിനേയും സംസാരിപ്പിക്കാൻ കഴിയുന്നവനാണ് അള്ളാഹു എന്നാണ് ആ ഘട്ടത്തിൽ അവര് പറയുന്നത്. എന്തിനേയും സംസാരിക്കാൻ കഴിവുള്ളവനായ അള്ളാഹു ഞങ്ങളെ കൊണ്ട് സംസാരിപ്പിച്ചിരിക്കുകയാണ് എന്നാണ്. ഓരോരുത്തരുടെയും ചർമ്മവും അതുപോലെ കൈകാലുകളും കണ്ണുകളും കാതുകളും ഒക്കെ അവർക്കെതിരിൽ സാക്ഷ്യം പറയുമ്പോൾ വിളിച്ചു പറയാം. നിങ്ങളെന്താ ഞങ്ങൾക്കെതിരിൽ സാക്ഷ്യം വഹിക്കുന്നത് എന്ന് ഓരോരുത്തരും തങ്ങളുടെ ചർമ്മങ്ങളോട് വരെ ചോദിക്കുന്ന ഘട്ടത്തിലാണ് ഈ മറുപടി അവർക്ക് നൽകപ്പെടുന്നത്. ഞങ്ങളെ സംസാരിപ്പിച്ചത് അള്ളാഹുവാണ്, എന്തിനേയും സംസാരിപ്പിക്കാൻ കഴിയുന്നവനാണ് അവൻ എന്ന്. അപ്പൊ ഇവിടെ ദാബത്തും മിനൽ അർള് സംസാരിക്കും എന്നതിൽ യാതൊരു കൗതുകവും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവശേഷിക്കുന്നില്ല. പക്ഷെ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, ഏത് വിധത്തിലാണ് ഇത് ന്യായം പൂർത്തീകരിക്കുന്നത് എന്നത് നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു വിഷയം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ കാലഘട്ടത്തില് അത് ഒരു പക്ഷേ പ്രവർത്തനക്ഷമമായി കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കാൻ നമുക്ക് പ്രേരണയാവുന്ന ചില സംഗതികളൊക്കെ ഉണ്ട്. ഇപ്പോ ഒരു ദാബത്തും മിനൽ അർള് എന്നതിനെ നമ്മൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ നമുക്ക് ഇപ്പോ ലഭ്യമായിട്ടുള്ള ഒരു ആശയ സംവേദന സംവിധാനമുണ്ട്, ഇന്റർനെറ്റ്. ലോകത്ത് ആർക്ക് വേണമെങ്കിലും എന്ത് സംഗതിയും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു സാധ്യത ഈ ഇൻഫർമേഷൻ റവല്യൂഷനിലൂടെ, ഈ ഇന്റർനെറ്റിന്റെ സാധ്യതയിലൂടെ ഉണ്ടായി വന്നിരിക്കുകയാണ്. അതിന്റെ ഒരു ന്യായം പൂർത്തീകരിക്കൽ എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം കേൾക്കാൻ ഞങ്ങൾക്കൊന്നും അവസരം ഉണ്ടായില്ല എന്ന് ഒരാൾക്കും പറയാൻ കഴിയാത്ത വിധത്തില് ഹക്ക് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം അതിലൂടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. ആർക്കു വേണമെങ്കിലും ഗൂഗിള് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ് ഇസ്ലാമുമായി, അന്ത്യപ്രവാചകനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വസ്തുതകൾ, ഒരുപാട് കാര്യങ്ങള് സത്യം വെളിപ്പെടാൻ എല്ലാവർക്കും, എല്ലാവരുടെയും കാതുകളിലും കണ്ണുകളിലും ഹൃദയത്തിലും ദൈവികമായ വെളിപ്പാടിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങള് എത്തുക എന്നത് ഇന്ന് സംഭവിക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കാതും കണ്ണും ഹൃദയവും അടച്ചിട്ട ആളുകളുടെ കാര്യത്തിലല്ല, അത് കാണാനുള്ള ശ്രമം നടത്തുന്ന ആളുകളുടെ കാര്യത്തിൽ അതൊക്കെയും പ്രാപ്യമാണ് എന്നൊരവസ്ഥ ഇന്ന് സംജാതമായിരിക്കുകയാണ്. അപ്പോ അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന ദാബത്തും മിനൽ അർള് ഒരു ജന്തു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതയാകാം. കാരണം ഓരോരുത്തരോടും അത് വിളിച്ചു പറയുന്നുണ്ട്. അത് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം അതിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ആയാത്തുകളിൽ ദൃഢബോധ്യമുള്ളവര് വളരെ കുറവാണ് എന്നൊരു കാര്യം കൂടി തന്നെയാണ് അത് വെളിപ്പെടുത്തുന്നത്. കാരണം ഇതൊരു പ്രദർശനത്തിന്റെ ലോകമാണ്. ആളുകൾ അവരുടെ നന്മകള്, അവരുടെ അഴ്മാലുകള് ഒക്കെ അങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതിന്റെ പേരില് സ്വയം ആളുകളുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനും സ്വയം അതില് റേറ്റിംഗ് ഉണ്ടാക്കാനും ഒക്കെ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അത്തരം പരിശ്രമങ്ങളിൽ ആളുകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യാഥാർത്ഥ്യങ്ങളും ദൈവിക ദൃഷ്ടാന്തങ്ങളും ഒക്കെ ബോധ്യപ്പെട്ട ആളുകള് എന്ന് പറയുന്നവര് തന്നെ അവരുടെ ജീവിതത്തില് അത് യഖീൻ ഉള്ളതായിട്ട് മാറിയിട്ടില്ല എന്നാണ് നിരന്തരം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാനും നിങ്ങളൊന്നും ഇങ്ങനെ ആയിരുന്നില്ല ജീവിക്കുക. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ നമുക്ക് ബോധ്യമായതാണെങ്കിൽ, ദൈവിക പ്രതിഭാസങ്ങളെ കൃത്യമായി ഉൾക്കൊണ്ട യഖീൻ ഉണ്ടായ ആളുകളാണെങ്കിൽ, ആദ്യ തലമുറയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒക്കെ ജീവിച്ച ആ നിലവാരത്തില്, ആ പ്രതിബദ്ധതയില്, ആ യഖീനോട് കൂടി ജീവിക്കുന്നവരായി നമ്മൾ മാറിയിട്ടുണ്ടാവാൻ കാരണമാവേണ്ടതായിരുന്നു. പക്ഷെ അതെല്ലാം ഉണ്ടാവണം. അപ്പോ ഈ
പുതിയ കാലഘട്ടത്തിലെ ഈ സംവിധാനം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് അന്നന്നാസ കാനൂ ബി ആയാത്തിന ലാ യൂഖിനൂൻ എന്നൊരു കാര്യമാണ്. ജനങ്ങൾക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങളില് ദൃഢമായ ബോധ്യം ഇല്ലാതെ ആയിരിക്കുന്നു. അവര് തൊലിപ്പുറമേയുള്ള വിശ്വാസത്തിന്റെ ആളുകൾ മാത്രമായിട്ട് നിലകൊള്ളുകയാണ് എന്നൊരു കാര്യം നിരന്തരം ഈ സംവിധാനങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഒരുപക്ഷെ അള്ളാഹു ദാബത്തും മിനൽ അർള്, ഭൂമിയിൽ എല്ലായിടത്തേക്കും അരിച്ചരിച്ചിറങ്ങി ചെല്ലുന്ന, ഇഴഞ്ഞു നീങ്ങി ചെല്ലുന്ന ഈ ജന്തു എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് മനുഷ്യ ജീവിതത്തിന്റെ നിഖില മണ്ഡലങ്ങളിലേക്കും ഇറങ്ങിച്ചെന്നിട്ടുള്ള ഈ ആശയ സംവേദനത്തിന്റെ പുതിയ സാങ്കേതിക വിദ്യയാണോ എന്നത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. അള്ളാഹു ആലം. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.